എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ബാലേന്ദ്രൻ സുനിതയോട് പറയുവാണ് സുനിത ഇരിക്കാൻ വരട്ടെ എന്ന്. എന്നിട്ട് വൈജയന്തിയോട് ചോദിക്കും, എന്ന് തൊട്ടാണ് ഈ വീട്ടിലെ വേലക്കാരികളെ ഡൈനിങ് ടേബിളിൽ ഇരുത്തി നീ ഭക്ഷണം കഴിപ്പിക്കാൻ തുടങ്ങിയത്? അന്ന് അലീന ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെയല്ലായിരുന്നല്ലോ നീ പറഞ്ഞത് എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, അങ്ങനെയല്ലായിരുന്നു, നിങ്ങളെല്ലാവരും കൂടിയല്ലേ അവളെ പിടിച്ച് ഈ ഡൈനിങ് ടേബിളിൽ ഇരുത്തിയത്, അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതിനെ നടക്കുകയില്ല, അലീന പോയതോടുകൂടി ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി എന്ന് പറയുന്നു. അന്നേരം വൈജയന്തി പറയുവാണ്, നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്നവളെ നിങ്ങൾക്ക് ഈ ഡൈനിങ് ടേബിളിൽ ഇരുത്തി ഭക്ഷണം കൊടുക്കാമെങ്കിൽ ഞാൻ വിളിച്ചുകൊണ്ട് വന്നവളും ഈ ഡൈനിങ് ടേബിളിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കും എന്ന് പറയുക. അന്നേരം ബാലേന്ദ്രൻ പറയും, ഓ അങ്ങനെയാണോ, എങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് അങ്ങ് ഭക്ഷണം കഴിച്ചോ, ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഡൈനിങ് ടേബിൾ ഞങ്ങൾ വേറെ മേടിച്ചോളാം എന്ന് പറഞ്ഞ് ബാലേന്ദ്രനും മക്കളൂടെ അങ്ങ് എഴുന്നേക്കുവേ. അന്നേരവും വൈജയന്തിക്ക് ഒരു കോഴ്സിൽ വിട്ടില്ല കേട്ടോ. സുനിത ഒന്ന് പേടിച്ചു, വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എഴുന്നേക്കേണ്ട അവിടെ തന്നെ ഇരുന്നോ എന്ന് കണ്ണുകൊണ്ട് കാണിക്കുക. പക്ഷേ ഇത് കാണുന്ന കൃഷ്ണമോൾക്ക് ദേഷ്യം വരും. കൃഷ്ണമോൾ ചാടി എഴുന്നേറ്റ് സുനിതയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് ഇത്രയായിട്ട് മനസ്സിലായില്ലേ, ചേച്ചി ഇവിടെ ജോലി ചെയ്യാൻ വന്നതാണോ അതോ കുടുംബകലഹം ഉണ്ടാക്കാൻ വന്നതാണോ എന്ന് ചോദിക്കും. അന്നേരം സുനിത വിഷമിച്ച് എഴുന്നേറ്റിട്ട്, അയ്യോ കുഞ്ഞെ, അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി വന്നതല്ല, ഞാൻ എല്ലാ വീട്ടിലും അടുക്കളയിരുന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കാറുള്ളത് എന്ന് പറഞ്ഞിട്ട് വൈജയന്തി ഒന്ന് നോക്കുവേ. അന്നേരം എഴുന്നേക്കും ബാലേന്ദ്രനും മക്കളും അവിടെ ഇരിക്കുന്നു. അവർ ഭക്ഷണം എടുത്ത് കഴിക്കുന്നു. അപ്പം വേലക്കാരിയുടെ മുമ്പിൽ വൈജയന്തി തോറ്റുപോയതിൻ്റെ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ് വൈജയന്തി. പിന്നെ കാണിക്കുന്ന അലീനയും വല്യപ്പച്ചനെയാണ്. രണ്ടുപേരുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുവാണ്. നേരെ ഡൈനിങ് ടേബിളിൻ്റെ അങ്ങോട്ട് പോകുന്നു വല്യപ്പച്ചൻ. അലീന അടുക്കളയിൽ പോയി വേറെ എന്തോ കൂടി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് വല്യപ്പച്ചൻ അവിടെ ഇരുത്തി പ്ലേറ്റൊക്കെ എടുത്ത് വെച്ച് വിളമ്പി കൊടുക്കുന്നു. അന്നേരമാണ് അങ്ങോട്ടേക്ക് സ്റ്റാൻലി വരുന്നത്. ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ വന്നത് കണ്ടിട്ട് കൈ കഴുകാനായിട്ട് പോകുന്നു. കൈയൊക്കെ കഴുകി വന്ന് സ്റ്റാൻലി അവിടെ ഇരിക്കുമ്പം വല്യപ്പച്ചന് അലീന വിളമ്പി കൊടുക്കുന്നതൊക്കെ കാണുന്നുണ്ട്. എല്ലാം വിളമ്പി കൊടുത്തതിന് ശേഷം അലീന അവിടെ ഇരിക്കും. അന്നേരം അലീന കഴിക്കുന്നില്ലേ എന്ന് സ്റ്റാൻലി ചോദിക്കുമ്പം ഉണ്ട് കഴിക്കുന്നുണ്ട് എന്ന് പറയും. എന്നിട്ട് അലീന വിളമ്പി എടുക്കുവാണ്. സ്റ്റാൻലിക്കുള്ളതൊക്കെ പൗലോസ് വിളമ്പി കൊടുക്കും. അങ്ങനെ അലീന ചോറും കറിയും എടുക്കും. എന്നിട്ട് ഈ സ്പൂണും പിടിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ്. സ്പൂൺ കൊണ്ട് കഴിക്കാൻ ഒരു മടി അലീനയ്ക്ക്. അലീന ഇങ്ങനെ കുറച്ച് നേരം സ്പൂൺ തിരിച്ച് മറിച്ച് നോക്കും. എന്നിട്ട് ഇങ്ങനെ സ്റ്റാൻലി നോക്കും. സ്റ്റാൻലി ഇത് കാണുന്നുണ്ട്, എന്നിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ വല്യപ്പച്ചൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കുക. അന്നേരം വല്യപ്പച്ചൻ കഴിച്ചോ എന്നിങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കും. അപ്പം അലീന ആ സ്പൂൺ താഴെ വെച്ചിട്ട് കൈകൊണ്ട് കഴിക്കാൻ തുടങ്ങുവാണ്. അത് സ്റ്റാൻലിക്ക് ഇഷ്ടപ്പെടുകയില്ല. സ്റ്റാൻലി അലീനയോട് പറയും, അലീന, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഡൈനിങ് ടേബിളിൽ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണമെന്ന്. ആ ഒരു രീതിയിലാണ് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അതനുസരിച്ച് ഇവിടെ ഉള്ളവരും ചെയ്യണം എന്നുള്ളത് എൻ്റെ നിർബന്ധമാണ് എന്നിങ്ങനെ പറയുന്നു. അന്നേരം വല്യപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് അവളോട് അങ്ങനെയൊക്കെ പറയുന്നത്? അവൾക്ക് കൈകൊണ്ട് കഴിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ, അവൾ അതാണ് ശീലിച്ചത് എങ്കിൽ അവൾ അതുപോലെ തന്നെ ചെയ്തോട്ടെ, അതിന് നീ അതിൻ്റെ അകത്ത് ഇടപെടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി പറയുവാണ്, ഇതെൻ്റെ വീടാണ്, ഞാൻ ഇവിടെ ഒരു ഡിസിപ്ലിനും ഒരു രീതിയും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാരായാലും ഈ വീട്ടിൽ വരുന്ന ആരായാലും, എൻ്റെ അപ്പനായാലും ആരായാലും അത് അനുസരിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ദേഷ്യം വരും വല്യപ്പച്ചന്. ആഹാ, നീ കൊള്ളാലോ, നീ എന്നെ വെല്ലുവിളിക്കുന്നു, അത്രയ്ക്കൊന്നും വേണ്ട കേട്ടോ ലാലിച്ച എന്ന് പറഞ്ഞ് വല്യപ്പച്ചനെങ്കിൽ ദേഷ്യപ്പെടുവാണേ. അതൊക്കെ അലീന വേണ്ട വല്യപ്പച്ച എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അലീന വീണ്ടും ഭക്ഷണം കൈകൊണ്ട് തന്നെ കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും സ്റ്റാൻലിക്ക് അങ്ങ് ദേഷ്യം വരും. സ്റ്റാൻലി പറയുവാണ്, ഞാൻ പലതവണ പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങൾ ഏത് രീതിയിലാണെന്ന്, അതുപോലെ അങ്ങ് ചെയ്താൽ മതിയെന്ന് പറയുക. അന്നേരം അലീന ഇങ്ങനെ ഓരോന്നിങ്ങനെ ഓർത്തിരുന്നിട്ട് പറയുക, വല്യപ്പച്ച, പണ്ട് ഞാൻ അനാഥാലയത്തിലാണല്ലോ ജീവിച്ചത്. അവിടെ ആയിരുന്ന സമയത്ത് ഞാൻ കൊണ്ടുപോകുന്ന ചോറിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും 2 കറി കാണുള്ളൂ, ഒരു തോരനോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും. പക്ഷേ ഞങ്ങൾ സ്കൂളിൽ ചെന്നതിന് ശേഷം എല്ലാവരോടും കൊണ്ടുവരുന്ന ചോറ് ഒരുമിച്ചിട്ട് കറികളെല്ലാം ഒരുമിച്ച് വെച്ച് അതെല്ലാം കൂടെ കുഴച്ചങ്ങ് കഴിക്കും. എന്നെ ടേസ്റ്റാണെന്നറിയോ? ആ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കയ്യിലുള്ളതൂടെ അങ്ങ് കഴിച്ച്, കയ്യിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടല്ലോ, അത് നക്കി കഴിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അതുകൂടെ കഴിച്ച് കഴിയുമ്പോഴേ ഭക്ഷണം കഴിച്ചതിൻ്റെ ഒരു രുചി അങ്ങ് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അത് നേരെ മോളെ, ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമായിരുന്നു, നീ ഓർക്കുന്നില്ലേടാ ലാലിച്ച, നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ചട്ടിയിൽ അവസാനം കുറച്ച് ചോറിട്ട് ചിന്നമ്മയുടെ കൈകൊണ്ട് തന്നെ കുഴച്ച് നിനക്കൊക്കെ തന്നിട്ടുണ്ട്, അതിൻ്റെ ടേസ്റ്റൊക്കെ നീ അങ്ങ് മറന്നുപോയോ, അതൊക്കെയായിരുന്നു ഒരു കാലം എന്ന് വല്യപ്പച്ചൻ പറയും. അത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും സ്റ്റാൻലിക്ക് എന്തെങ്കിലും മാറ്റം വന്ന് കാണും എന്ന് കരുതി അലീന വീണ്ടും കൈകൊണ്ട് ചോറിനാൻ തുടങ്ങുമ്പോഴത്തേക്കും ദേഷ്യപ്പെട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, നീ ഇതിനു മുമ്പ് എവിടെ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ഒരു കാര്യമേ അല്ല, അത് അവിടെ ജീവിച്ച കാര്യങ്ങൾ അവിടെ ഉപേക്ഷിച്ചു, അത് ഇവിടെ കൊണ്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, ഈ വീടിന് ഒരു രീതിയുണ്ട്, ആ രീതിയിൽ മുന്നോട്ട് പോയിക്കോണം, നീ ഇപ്പോൾ സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണ്, ആ രീതിയിൽ ജീവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് തുള്ളിച്ചാടി ദേഷ്യപ്പെട്ടു
ദേഷ്യപ്പെട്ട് അങ്ങ് എഴുന്നേറ്റ് പോവേ. അലീന എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. പിന്നെ എടുത്ത ഫുഡ് വേസ്റ്റ് ആക്കുന്ന പരിപാടിയൊന്നും അലീനയ്ക്കില്ലല്ലോ. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ എഴുന്നേറ്റ് പോയിട്ടുണ്ട്. അതിനുശേഷം ബെഡ്റൂമിൽ പോയി കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും റൂമിൽ തട്ടും. അതാരാണ് എന്ന് പോയി നോക്കുമ്പം അത് സ്റ്റാൻലിയാണ്. സ്റ്റാൻലി അലീനയോട് ചോദിക്കും, കിടക്കാറായായിരുന്നോ, കിടക്കുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അതിനുള്ളതൊക്കെ റെഡിയാക്കുമായിരുന്നു എന്ന് പറയും. എന്നാൽ ശരി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പം പപ്പ എന്താ പറയാൻ വന്നേ, പറ എന്നിങ്ങനെ പറയും. അന്നേരം അകത്തേക്ക് വരട്ടെ എന്ന് ചോദിക്കും. അന്നേരം വായോ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് വിളിക്കുന്നു. അകത്ത് കയറിയതിന് ശേഷം സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിൽ ഒരു രീതിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് ഇവിടെയുള്ള എല്ലാവരും മുന്നോട്ട് പോകുന്നത്. അതൊരു കുടുംബത്തിൽ വേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നല്ല അച്ചടക്കമുള്ള രീതിയിൽ ആളുകൾ ജീവിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാൻലിയുടെ കുറേ തത്വങ്ങൾ പറയുക. അന്നേരം അലീന ചോദിക്കും, ഈ വീട്ടിൽ എന്ത് ഡിസിപ്ലിൻ ഉണ്ടെന്നാണ് പറയുന്നത്, എനിക്കത് മനസ്സിലാവുന്നില്ല, എല്ലാം തോന്നിയതുപോലെയാണ്. പിന്നെ പപ്പ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതനുസരിച്ച് ബാക്കിയുള്ളവർ അതനുസരിക്കുന്നു എന്നല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി പറയും, അങ്ങനെയല്ല, ഈ വീട്ടിൽ ഓരോന്നിനും ഞാൻ ഓരോ സമയം വെച്ചിട്ടുണ്ട്. ആ സമയം അനുസരിച്ച് ഇവിടെയുള്ള ജോലിക്കാർ അതെല്ലാം ചെയ്യുന്നുണ്ട്, അവർ ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുന്നുണ്ട്, ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, അവരനുസരിക്കുന്നു എന്നല്ല, അവർ വിധേയരായി നിൽക്കുന്നു എന്നങ്ങ് പറഞ്ഞാൽ മതി, അല്ലാതെ ഇവിടെ ഒരു ഡിസിപ്ലിനും ഇല്ല. 24 മണിക്കൂറും പപ്പയുടെ ഒരു കയ്യിൽ മദ്യവും ഒരു കയ്യിൽ സിഗരറ്റും കാണും. അങ്ങനെ ജീവിക്കുന്ന ഒരാളാണോ ഡിസിപ്ലിനോട് ജീവിക്കുന്നു എന്ന് പറയുന്നത്? അതൊക്കെ ആ ഗംഗാധരൻ അങ്കിൾ എന്ത് കാര്യമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്നറിയാവോ? അതിൻ്റെ ഒരു ഗ്രേസും ഒരു എടുപ്പും ഒക്കെ അങ്കിളിനുണ്ട് എന്ന് പറയും. എന്നിട്ട് ചോദിക്കും കേട്ടോ, ഗംഗാധരൻ അങ്കിളിനെ അറിയില്ലേ എന്ന്. അന്നേരം അറിയാം എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, അതാണ് ഒരു യഥാർത്ഥ പട്ടാളക്കാരൻ, അങ്ങനെ വേണം ജീവിക്കാൻ എന്ന് പറയുമ്പം സ്റ്റാൻലി അതൊക്കെ എനിക്കറിയാം എന്ന് പറയുന്നു. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ പപ്പയെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല അങ്ങനെ ചെയ്തത്, ഞാൻ 10-23 വർഷം ശീലിച്ചു പോകുന്ന കുറച്ച് രീതികളുണ്ട്, അതിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് മാറാൻ പറ്റത്തില്ല. ഇപ്പം പപ്പയോട് പറയുവാണ്, ഇന്നത്തോടു കൂടി കുടി നിർത്തിയേക്കണം, മദ്യം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ പപ്പയ്ക്ക് ബുദ്ധിമുട്ടല്ലേ, അതുപോലെ എനിക്കും ചില ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലാതെ പപ്പയെ വേദനിപ്പിക്കാനല്ല ഞാൻ അങ്ങനെ ചെയ്തത്, സോറി കേട്ടോ എന്ന് പറയും. അന്നേരം ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് സ്റ്റാൻലി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പം അലീന സ്റ്റാൻലിയോട് പറയുവാണ്, പപ്പ നമ്മളൊരു കാര്യം ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളത് തിരുത്താൻ ശ്രമിക്കേണ്ടേ എന്ന് ചോദിക്കും. അന്നേരം സ്റ്റാൻലി വീണ്ടും അതിനിവിടെ തെറ്റായിട്ടുള്ള ഒരു കാര്യവും ഇല്ലല്ലോ എന്ന് പറയുമ്പം എന്നാൽ ശരി പപ്പ എന്ന് പറയുന്നു. സ്റ്റാൻലി പുറത്തേക്ക് ഇറങ്ങുന്നു. അന്നേരം ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് അലീന ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. അന്നേരം സ്റ്റാൻലി പിന്നെയും തിരിഞ്ഞിങ്ങനെ അലീനെ നോക്കും. അന്നേരം അലീന എന്താ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി അങ്ങോട്ട് പോകുന്നു. സ്റ്റാൻലിക്ക് അറിയാം അലീന ഉദ്ദേശിച്ചത് സ്റ്റാൻലിയുടെ മദ്യപാനത്തെയും സിഗരറ്റ് വലിയും ഒക്കെ കുറിച്ചാണ് എന്ന്. എന്തായാലും ഒന്നും ഇടാതെ അങ്ങ് പോയി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നെടുമ്പൊരിക്കൽ തറവാടാണ്. അവിടെ രാവിലെ നേരം വെളുത്തതേ മിറ്റുമൊക്കെ അടിക്കുവാണ് കൃഷ്ണമോള്. എഴുന്നേറ്റ് വരുന്ന വൈജയന്തി ഇത് കാണുന്നു. കുറച്ച് നേരം കൃഷ്ണമോളെ ഇങ്ങനെ നോക്കി നിൽക്കും. കൃഷ്ണമോളൊന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് മൈൻഡ് ചെയ്യാതെ മിറ്റടിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് നേരെ വൈജയന്തി വേലക്കാരിയുടെ റൂമിൻ്റെ അങ്ങോട്ട് ചെല്ലുവാണ്. അലീന കിടന്നിരുന്ന റൂമാട്ടോ വേലക്കാരിക്ക് കൊടുത്തേക്കുന്നത്. വേലക്കാരി നല്ല സെറ്റായിട്ട് കിടന്ന് ഉറങ്ങുവാണ്. 6:30 ആയിട്ടും എഴുന്നേറ്റിട്ടില്ല. വൈജയന്തി റൂമിൽ തട്ടി വിളിച്ച് എഴുന്നേൽപ്പിക്കും. എന്നിട്ട് നീ ഇതുവരെ എഴുന്നേറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താ സമയം എന്ന് ചോദിക്കും. എന്നിട്ട് ഇപ്പോൾ 6:30 ആയി എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ 6:45 ആകുമ്പോഴേ എഴുന്നേക്കാറുള്ളൂ ചേച്ചി എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അതിവിടെ പറ്റത്തില്ല, 5:30 ആകുമ്പോൾ എഴുന്നേക്കണമെന്ന്. അന്നേരം അതൊന്നും പറ്റത്തില്ല, മാക്സിമം പോയ 6:15 അതിൽ കൂടുതലൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പം വൈജയന്തി റൂമിലൊക്കെ നോക്കിയിട്ട് നീ ഈ കട്ടിലയിലാണോ കിടന്നത് എന്ന് ചോദിക്കും. അന്നേരം അതെ എന്ന് പറയുമ്പം അതൊന്നും പറ്റത്തില്ല, നിനക്ക് ഞാൻ പായും അതുപോലെ പുതപ്പും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തന്നതല്ലായിരുന്നോ, തറയിൽ കിടന്നാൽ പോരായിരുന്നു എന്ന് ചോദിക്കുമ്പം അയ്യോ എനിക്ക് തറയിൽ കിടക്കാനൊന്നും പറ്റില്ല ചേച്ചി, നടുവേദന ഉള്ളതാ എന്ന് പറയും. പിന്നെയും തർക്കിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ശരി എങ്കിൽ അടുക്കളയിലേക്ക് പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് വൈജയന്തി അങ്ങോട്ട് പോവാം. വൈജയന്തി അങ്ങോട്ട് ചെല്ലുന്നതേക്കും കൃഷ്ണമോൾ ഒരു ചായയും കുടിച്ചിട്ട് ഇങ്ങോട്ട് വരുവാണേ. അമ്മ ചായ കുടിച്ചോ എന്ന് ചോദിക്കും. ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന ഫ്ലാസ്കിൽ നിന്ന് ഒരു കപ്പ് ചായ ഒഴിച്ചു കൊടുക്കും. അത് കുടിച്ചിട്ട് ഇതാരാ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കും വൈജയന്തി. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അതാരായാലും ഞാനോ ബബിത ചേച്ചിയോ രോഹിയേട്ടനോ ഞങ്ങൾ 3 പേരുണ്ടാക്കിയാലും ഇതേ ടേസ്റ്റ് തന്നെയായിരിക്കും. അലീന ചേച്ചി പഠിപ്പിച്ചതാണെന്ന് പറയുമ്പോഴേക്കും അവളുടെ പേര് ഈ വീട്ടിൽ ഉച്ചരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കും. അന്നേരം ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് കൃഷ്ണമോൾ. അത് കഴിഞ്ഞ് ബബിത എന്തെന്ന് ചോദിക്കുമ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ വൈജയന്തി അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുക. അടുക്കളയിൽ ചെല്ലുമ്പം ബബിത ദോശ ഉണ്ടാക്കുന്നു, അതിൻ്റെയോടൊപ്പം കറിക്കുള്ള കാര്യങ്ങൾ നോക്കുന്നു. ഇപ്പുറത്തിരുന്ന കറിക്കുള്ളതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുവാണ് രോഹിത്. അന്നേരം നിങ്ങളൊക്കെ ഇവിടെ എന്നെ എടുക്കുക എന്ന് ചോദിക്കും. അന്നേരം വാ കയറുക, ഇതിൻ്റെ അകത്തേക്ക് കയറുക, ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കണ്ടേ എന്നൊക്കെ ഒന്ന് നോക്കിക്കുക എന്നൊക്കെ പറയുമ്പം ഇതെന്തിനാണ് നിങ്ങൾ ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയും.
അന്നേരം ബബിത നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കണ്ടേ, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുവാണ് എന്ന് പറയുമ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത്രയും കാലം ഇവിടെ ഇതൊന്നും ആരും ചെയ്യാറില്ലായിരുന്നല്ലോ, ഞാൻ ഈ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന സമയത്ത് ഈ അടുക്കളയിലേക്ക് ഒരെണ്ണത്തിനെ കാണാറില്ലായിരുന്നു, എന്നിട്ട് ഇപ്പോൾ അടുക്കളയിൽ കയറി ഓരോന്നും ഉണ്ടാക്കുവാണോ എന്ന് ചോദിക്കുമ്പം കൃഷ്ണമോളും പറയുന്നുണ്ട് അന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു, അമ്മ ഞങ്ങളെ ഒന്നും പഠിപ്പിച്ചിട്ടുമില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് പഠിച്ചത് എന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട് ഇതൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത് അലീന ചേച്ചിയാണ്, അലീന ചേച്ചി എല്ലാം കാണിച്ചു തന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടാണ് പോയത് എന്ന് പറയുമ്പോഴേക്കും അവളുടെ പേര് ഉച്ചരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടേ എന്ന് വീണ്ടും പറയുവാണ് വൈജയന്തി. അന്നേരം ഓ ശരി എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട് അതെ അങ്ങ് ആ സ്നേഹസദനത്തിൽ നിന്ന് ഒരു ചേച്ചീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ലേ അച്ഛൻ, ആ ചേച്ചി പഠിപ്പിച്ചതാണ് ഞങ്ങൾ ഇതെല്ലാം എന്ന് പറയും. അന്നേരം വൈജയന്തി ദേഷ്യത്തോടെ പറയുന്നുണ്ട് അവൾ പഠിപ്പിച്ചതൊന്നും ഇവിടെ ആരും അനുസരിക്കേണ്ട കാര്യമില്ല, അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുവാണ്. എന്നിട്ടും വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം തീരുന്നില്ല. എന്നിട്ട് പറയുവാണ് അവൾ പഠിപ്പിച്ചത് നല്ലതായാലും ചീത്തയായാലും ആ ഒരു ശീലവും രീതികളും ഒന്നും ഇവിടെ ഇനി നിങ്ങൾ കൊണ്ട് നടക്കണ്ട, അത് ഞാൻ സമ്മതിക്കത്തില്ല, നിങ്ങൾ എൻ്റെ മക്കളാണ്, ഞാൻ പറയുന്നത് കേട്ട് ജീവിച്ചാൽ മതി, ആ രീതിയിൽ ഇവിടെ വളർന്നാൽ മതി എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട് ഇതേ അവളുടെ അടുക്കളയല്ല എൻ്റെ അടുക്കളയാണ്, അവൾ ഓരോന്ന് പഠിപ്പിച്ചിട്ട് പോയേക്കുന്നു, ഈ കുടുംബം കുളം തോണ്ടിയത് അവളാണ്, നശിപ്പിച്ചിട്ട് അവളങ്ങ് പോയി, കുറേ ലക്ഷങ്ങളിൽ മുതലുമായിട്ടങ്ങ് പോയി, എന്നിട്ട് അവൾ പഠിപ്പിച്ച ഓരോ കാര്യങ്ങൾ ഇവിടെ കൊണ്ടു നടക്കുന്നു, അതൊന്നും നടക്കുകയില്ല എന്നിങ്ങനെ പറയുന്നു. എന്നിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രോഹിത്തിന് ദേഷ്യം വരും. എന്നാൽ രോഹിത് പറയുന്നുണ്ട് എൻ്റെ പൊന്നമ്മ ഇനിയും അമ്മ ഈ വീട് നരകമാക്കരുത്, ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോവുകയാണ്, അമ്മയായിട്ട് ഇത് നരകമാക്കരുത് എന്ന് പറയുമ്പോൾ ഞാൻ വന്നതാണോടാ ഈ കുടുംബം നരകമായത് എന്ന് വയ്ക്കും. അന്നേരം രോഹിത് പറയുന്നുണ്ട് അമ്മ വന്നിട്ട് നരകമായി എന്നല്ല ഞാൻ പറഞ്ഞത്, നരകമാക്കരുത് എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും വൈജയന്തിക്ക് വീണ്ടും ദേഷ്യം വരുന്നു. വൈജയന്തി പറയുവാണ് ഞാൻ ഒരു തവണ പറഞ്ഞതാണ് ഈ വീട് എൻ്റെയാണ്, ഞാൻ പറയുന്ന രീതിയിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നാൽ മതി, അതേ നടക്കുകയുള്ളൂ എന്ന് പറയുന്നു. അന്നേരം ബബിത ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞങ്ങൾക്ക് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ അമ്മ സമ്മതിക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പം അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ, ഇത്രയും കാലം നീ അതൊക്കെ ചെയ്തായിരുന്നോ, നിങ്ങളുടെ ഉത്തരവാദിത്തം പഠിക്കുക എന്നുള്ളതാണ്, അല്ലാതെ അടുക്കള കയറി ജോലി ചെയ്യുക എന്നുള്ളതല്ല എന്ന് പറയുമ്പോഴേക്കും ദേഷ്യം വന്നിട്ട് അവിടെ ദോശ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നല്ലോ, ആ ദോശ എടുത്തിട്ട് അതും ഓഫ് ചെയ്ത് തിരിച്ചിരുന്ന തവി കൊണ്ട് കയ്യിലോട്ട് കൊടുക്കും. എന്നിട്ട് ഇതേ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ബബിത ദേഷ്യപ്പെട്ട് അങ്ങ് ഇറങ്ങിപ്പോവും. അന്നേരം രോഹിത് അങ്ങോട്ട് വിഷമിച്ചിരിക്കുക കേട്ടോ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. കൃഷ്ണമോളും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് വൈജയന്തി ഭയങ്കര കട്ടക്കലിപ്പിലാണ്. പിന്നെ കാണിക്കുന്നത് കുറച്ച് കഴിഞ്ഞ് വേലക്കാരി അടുക്കളയിൽ വന്ന് കയറിയിട്ടുണ്ട്, അവർ പച്ചക്കറിയൊക്കെ അരിയുന്നു. അന്നേരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം ആക്കിയായിരുന്നല്ലോ മക്കൾ, അതുകൊണ്ട് തന്നെ വൈജയന്തി അവരോട് പറയുവാണ് നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഊണിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം, പിന്നെ വൃത്തിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എടുക്കുന്ന സാധനങ്ങൾ എടുക്കുന്നിടത്ത് തന്നെ തിരിച്ചു വെച്ചേക്കണം, ഇങ്ങനെ നിരത്തി ഇട്ടേക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേച്ചി എന്ന് പറയും. അന്നേരം വൈജയന്തി പറയുവാണ് അതെ ഈ വിളി വേണ്ട, ഒന്നെങ്കിൽ മേഡം അല്ലെങ്കിൽ കൊച്ചമ്മ, അതിലേതെങ്കിലും അങ്ങ് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ പ്രശ്നമാകുമെന്ന്. അവർ ആയിക്കോട്ടെ എന്ന് പറയുന്നു. അന്നേരം അതിൻ്റെ കൂടെ അവർ പറയുന്നുണ്ട് ഞാൻ ഫ്രിഡ്ജിലൊക്കെ നോക്കി അതിനകത്ത് മീനോ അതുപോലെ ഇറച്ചിയോ ഒന്നും ഇരിപ്പില്ല കേട്ടോ എന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് നാളത്തേക്ക് സെറ്റ് ചെയ്യാം, ഇന്ന് എന്തെങ്കിലും അത്യാവശ്യം വേണ്ടതുണ്ടെങ്കിൽ പറ, അത് മേടിച്ചു തരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് വന്ന് നോക്കുവാണ് ബബിതയും കൃഷ്ണമോളും. ബബിതയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, അവിടെ ഇനി അടുത്ത അടി ഉറപ്പായിട്ടും പൊട്ടുമല്ലോ, അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. ഏതായാലും നാളത്തെ പ്രൊമോയും കൂടി കാണിക്കുന്നുണ്ട്. ആ പ്രൊമോയിൽ ബാലേന്ദ്രൻ മക്കളെയും കൊണ്ട് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാം. അന്നേരം വൈജയന്തി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രനോട് മക്കളെ ഇന്നൊരു ദിവസം മാത്രമേ പുറത്ത് കൊണ്ട് സൽക്കരിക്കുന്നുള്ളൂ, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ, ഓരോന്നും ചെയ്തു വെക്കുന്നത് എന്നെ ജയിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് അങ്ങനെയല്ല, തോറ്റുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് എന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും സംസാരം മുന്നോട്ട് പോകുമ്പം വൈജയന്തി ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ആരാ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതെനിക്കറിയത്തില്ല, എൻ്റെ ഭാര്യ എൻ്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി, തിരിച്ചു കയറണമെങ്കിൽ എൻ്റെ അനുവാദം ചോദിക്കണം, എൻ്റെ ഭാര്യ എന്നോട് അങ്ങനെ ചോദിച്ചിട്ടുമില്ല, ഞാൻ അതിന് അനുവാദം കൊടുത്തിട്ടുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരമാണ് വൈജയന്തി വിഷമത്തോട് ചോദിക്കുന്നത് അപ്പോൾ ഞാനോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതെനിക്കറിയത്തില്ല, ഇവിടുന്ന് ഇറങ്ങിപ്പോയി എവിടേക്കോ അലിഞ്ഞ് തിരിഞ്ഞ് നടന്ന് ഗതിയില്ലാതായപ്പോൾ ഞാനില്ലാത്ത സമയം നോക്കി ഈ വീട്ടിൽ വലിഞ്ഞു കയറിയ ഒരു പ്രേതം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് കയറി പോകുന്നു. ആകെ തളർന്ന് സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുവാണ് വൈജയന്തി. പിന്നെ അലീനെ കാണിക്കുന്നുണ്ട്, അലീന മനുവിനെ വിളിക്കുന്നുണ്ട്, വിളിച്ചിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് അലീന പറയുന്നുണ്ട് ഞാനും മേജറും തമ്മിൽ അടിപൊട്ടാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങി വരുന്നുണ്ട് എന്ന്. അന്നേരം മനു ചോദിക്കും അവിടുത്തെ കേണലിനോട് വഴക്കുണ്ടാക്കാനുള്ള ഒരു ഗിഡ്സൊക്കെ നിനക്കുണ്ടോ എന്ന് ചോദിക്കുമ്പം ചിരിച്ചുകൊണ്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട്, കൂടെ വെളുപ്പിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ. ഏതായാലും അങ്ങനെ അവർ സംസാരിച്ച് വെച്ച് കഴിയുമ്പം കുളത്തുപുഴ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുവാണ് മനു. ഇനി അലീനെ കാണാനായിട്ടൊക്കെ വരുമായിരിക്കും. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.